ഇഫ്താർ കൂട്ടായ്മകൾ നൽകുന്നത് മാനവികതയുടെ സന്ദേശമെന്ന് ഇ ചന്ദ്രശേഖരൻ എം.എൽ.എ. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ നടത്തിയ ഇഫ്താർ സംഗമവും ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. ജാതിമത വർണ്ണ വർഗഭേദമില്ലാതെ സംഘടിപ്പിക്കുന്ന ഇഫ്താർ കൂട്ടായ്മകൾ ബഹുസ്വര സമൂഹത്തിന് നൽകുന്ന സന്ദേശം മാനവികതയുടേതാണെന്ന് ഇ ചന്ദ്രശേഖരൻ എം.എൽ.എ. പറഞ്ഞു. ഔദ്യോഗിക മേഖലയിലും വിവിധ മത സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലുമുള്ളവരെയും ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ നടത്തിയ ഇഫ്താർ സംഗമവും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ എല്ലാവരുടെയും ഒരു സൗഹൃദമായ കൂട്ടായ്മയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ട് വേണം നമ്മൾ ഇത്തരം സമൂഹ നോമ്പ് തുറകളെ കാണാൻ. നോമ്പ് തുറ നടത്തുന്നു എന്ന് പറയുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും, പക്ഷെ യഥാർത്ഥത്തിൽ നോമ്പ് നോക്കിയിരിക്കുന്ന പ്രധാന അനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ് ഇതിന്റെ പ്രാധാന്യം. അവർ നമ്മളെയൊക്കെ കൂടി ചേർത്ത് അവരായാലും കൂടി ഒരു സന്തോഷം കണ്ടെത്തുകയാണ്. ഏതായാലും അങ്ങനെ സമൂഹ നോമ്പ് തുറ എന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ വ്യാപാരി വ്യവസായി ആണ് സംഘടിപ്പിക്കുന്നത്, ആ സംഘടനയാണ് സംഘടിപ്പിക്കുന്നത്. മറ്റ് പലയിടങ്ങളിലും വ്യക്തികളുടെ നേതൃത്വം, ചിലയിടങ്ങളിൽ ഞാനിപ്പോൾ ഒരു 3-4 പോയ അനുഭവം പറഞ്ഞാൽ ചില സംഘടനകൾ നടത്തുന്നുണ്ട്, ചില സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ചില വ്യക്തികൾ നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നു. എന്തായാലും അതിലേക്ക് ഒത്തുചേരുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലും, പൊതുവിഭാഗങ്ങളിൽപ്പെട്ട, പ്രത്യേകിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു കൂടിച്ചേരലായി അത് മാറുന്നു എന്നത് വലിയ കാര്യമാണ്. മരണപ്പെട്ട വ്യാപാരി നേതാവ് കെ ഉമേഷ് കമ്മത്തിന്റെ കുടുംബത്തിനുള്ള സഹായ വിതരണം ഇ ചന്ദ്രശേഖരൻ എം.എൽ.എയും ഏകോപന സമിതിയുടെ ജില്ലാ കുടുംബക്ഷേമ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട ഗണേഷ് കമ്മത്തിന്റെ കുടുംബത്തിനുള്ള സഹായ വിതരണം ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ പാലക്കിയും നിർവഹിച്ചു. സംയുക്ത മുസ്ലിം ലീഗ് ജമായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്തും കോട്ടച്ചേരി ബദരിയ മസ്ജിദ് ഇമാം അബ്ദുൽ റഹ്മാൻ അഷ്റഫിയും റമദാൻ സന്ദേശം നൽകി. KMA പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ VV രമേശൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തുളസി, വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് മുറിയനാവി, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് P നാരായണൻ, നഗരവികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അപ്പുക്കുട്ടൻ, വൈസ് ചെയർമാൻമാരായ അഡ്വക്കേറ്റ് MC ജോസ്, C യൂസഫ് ഹാജി, മാധ്യമപ്രവർത്തകരായ EV ജയകൃഷ്ണൻ, T മുഹമ്മദ് അസ്ലം, മാനുവൽ കുറിച്ചിത്താനം, ബഷീർ ആറങ്ങാടി, P പ്രവീൺകുമാർ, ഹരി കുംബ്ള, പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, സെക്രട്ടറി ബാബു കോട്ടപ്പാറ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഹക്കീം കുന്നിൽ, A വേലായുധൻ, PK നിഷാദ്, അഡ്വക്കേറ്റ് PV സുരേഷ്, M ഹമീദ് ഹാജി, A ഹമീദ് ഹാജി, C മുഹമ്മദ് കുഞ്ഞി, CK റഹ്മത്തുള്ള, കോട്ടച്ചേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ, ജോർജ് തോമസ്, ജനമൈത്രി പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി, KM വിനോദ് കുമാർ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധി CV അബ്ദുൽ കരീം ചിത്താരി, KMA ഭാരവാഹികളായ ആസിഫ് മെട്രോ, P മഹേഷ്, PV അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.